അല്ല മുകളിലേക്ക് കയറാനായിട്ട് ഒത്തിരി പാടാണ്, പക്ഷെ ഇറങ്ങാൻ ഭയങ്കര എളുപ്പമാണ്. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ഈ കളറിങ് കാണാനായിട്ട് ഒത്തിരി അടിപൊളിയാണ്. ഇത് കളർ ഗ്രേഡ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ലൈക്ക് നാച്ചുറൽ കളറാണ്. ഇവിടെയുള്ളവർ ഇതിനെ മങ്കി ടെമ്പിൾ കാര്യങ്ങളെല്ലാം വിളിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഹംപിയിലെ പോലെ, ഹിപ്പി വില്ലേജ് പോലെ ഇവിടെ ഒത്തിരി മങ്കീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ടു ബി ദ സൺസെറ്റ്. ഇത് സെക്കൻഡ് ലൈക്ക് ബുദ്ധകളുടെ ലൈക്ക് പ്രതിമ കാര്യങ്ങളുള്ളതാണ്. ഇവിടുന്ന് ലൈക്ക് ഒരു ബിഗ് സ്ട്രെച്ചാണ് മുകളിലേക്ക്, ഇതിൻ്റെ മുകളിലേക്ക്. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ ലൈക്ക് എൻ്റെ അറിവിൽ 3rd ടൈമാണ് വരുന്നത്. സോ 3rd ടൈം ഇൻ നേപ്പാൾ, 3rd ടൈം ഇൻ ദ സെയിം പ്ലേസ്. ഇതങ്ങോട്ട് കുത്തനെയുള്ള കയറ്റം. ഈ ഒരു കയറ്റം കയറിയിട്ടുണ്ടെങ്കിൽ ടോപ്പിലെത്തും. അവിടെ നിന്ന് എൻ്റെ കാഠ്മണ്ഡു സിറ്റിയുടെ വ്യൂ കാണാൻ പറ്റും. ആൻഡ് സൺസെറ്റ് കാര്യങ്ങളെല്ലാം സ്പോട്ടിൻ്റെ മുകളിലേക്ക് കയറുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല, ഇത്തിരി ടാസ്ക്കാണ്. ഇത്രയും സ്റ്റെപ്പ് മുകളിലേക്ക് ഇനി പോകണം. അതിൻ്റെ മുകളിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഒന്നൊന്നര വ്യൂ ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ പകുതി വരെ എത്തിയിട്ടുള്ളൂ, ഇനിയും ടോപ്പിലേക്ക് പോകാനുണ്ട്. സോ ഇതിൻ്റെ ഒരു ഹാഫ് പാർട്ടിൽ നിന്നുള്ള വ്യൂ ലൈക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതാണ്. ഞാനിത് 20s ഞാനിവിടെ വന്നിട്ടുണ്ട്. ലൈക്ക് 2020 2020ലും 2023ലും അപ്പോഴൊന്നും ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഇപ്പോഴാണ് തിരിച്ച് ടൈമായി ഷൂട്ട് ചെയ്തിട്ട് ലൈക്ക് പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഇനിയും പോകാനുണ്ട് കുറേ മുകളിലേക്ക്. ഇതൊരു സൺസെറ്റ് സ്പോട്ട് കാര്യങ്ങളാണ്. എല്ലാവരും സൺസെറ്റും കാര്യങ്ങളും കാണാൻ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എൻ്റെ വ്യൂ കാണാൻ പറ്റും. ആൻഡ് ടോപ്പിലുള്ള വ്യൂ ഇതാണ്. ലൈഫിലൊക്കെ ഒരു 1 ടൈം ഇവിടെയൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണിത്. 24 മണിക്കൂറും വീട്ടിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ലൈക്ക് ട്രാവൽ ചെയ്യണൊക്കെ ബെറ്ററാണ്, മോർ ബെറ്റർ. ഈ ഒരു ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ലൈക്ക് എൻ്റെ ഒരു കാഠ്മണ്ഡു സിറ്റി നമുക്ക് ഇവിടെ നിന്ന് എൻകൗണ്ടർ ചെയ്യാൻ പറ്റും. അതിന് കുറേ കുരങ്ങന്മാരുണ്ട്. ഫോണും കാര്യങ്ങളും സൂക്ഷിച്ച് പണി കിട്ടും. ആൻഡ് ഇവിടെ എന്തോ പ്രാർത്ഥന എന്തൊക്കെയോ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ദ അതർ സൈഡ് ഓഫ് ദ ടെമ്പിൾ, ദ മങ്കി ടെമ്പിൾ ഓഫ് കാഠ്മണ്ഡു. ഇതാണ് ബാക്ക് സൈഡിൽ നിന്നുള്ള എൻ്റെ കാഠ്മണ്ഡു സിറ്റി വ്യൂ. What's
happening അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് 3 സ്റ്റൈലിഷിനെ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. സോ അവരോടെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ലൈക്ക് അതർ സൈഡ് ഓഫ് ദ ടെമ്പിൾ സീരിയസ് കാര്യങ്ങളിലൂടെ കുറച്ച് കഫേസ്, കുറേ ഷോപ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൻഡ് ഇവിടെ നിന്നൊക്കെ ഞാൻ കുറേ പിക്സും കാര്യങ്ങളും എടുത്താണ്. അന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ അറിയില്ല. സോ തിരിച്ച് റീവിസിറ്റിംഗ് ആൻഡ് റീഷൂട്ടിങ് ഓൾ ദ തിങ്സ്. കുറേ രുദ്രാക്ഷം, കുറേ ഹീലിംഗ്. ആൻഡ് ഇവിടുത്തെ സൗണ്ട് ഹീലിങ്ങിനൊക്കെ ഭയങ്കര റേറ്റ് കാര്യങ്ങളെല്ലാം കുറവാണ്. ദീസ് ആർ ദ നേപ്പാളി നമ്മുടെ യോധ മൂവീസ് സീരീസിലെല്ലാം കാണുന്ന അതേ ലൈക്ക് കുർക്കി കത്തി കാര്യങ്ങളെല്ലാം. ആൻഡ് ടിബറ്റൻ പ്രൊഡക്ട്സ്, അങ്ങനെ കുറേ ഇതുണ്ട് ഇവിടെ. ഇവരിവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട്. The gang came. No. സോ സൺസെറ്റിൻ്റെ സമയവും കാര്യങ്ങളുമാണ്. ആൻഡ് ഇവിടെ നിന്ന് താഴേക്ക് പോകാൻ സമയമായി. ലൈക്ക് ഇന്ന് വെതർ കണ്ടീഷൻ, ലൈക്ക് വെതർ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് മഴ പെയ്യുമെന്ന്. ആൻഡ് ഓൾറെഡി എനിക്ക് ചെറിയൊരു പനി കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കാറുണ്ട്. കുറേ നേരം നിന്ന് കളിച്ചു കഴിഞ്ഞാൽ പണി പാളും. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ലൈക്ക് സൺസെറ്റ് കാര്യങ്ങളെല്ലാം ആയി. ആൻഡ് ഇവിടുത്തെ ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെതർ അൺപ്രഡിക്റ്റബിൾ ആണ്. ചില സമയത്തൊക്കെ നമുക്ക് മഴയത്തൊക്കെ ആയിരിക്കും നട്ടപ്പുറം ലൈക്ക് ചുട്ട വെയിലടിക്കുന്നത്. സോ അങ്ങനെ പല പല മായാജാലങ്ങളുള്ള ഒരു സ്ഥലമാണിത്. സാധാരണ ഈ ഒരു ടെമ്പിളിലേക്ക് മുകളിലേക്ക് കയറിയിട്ട് സെയിം അതേ വഴി തന്നെയാണ് താഴേക്ക് ഇറങ്ങാറ്. പക്ഷേ ഇത്തവണ ആ ഒരു സെയിം റൂട്ടല്ല എടുത്ത്, ഡിഫറെൻ്റ് ആയിട്ട് ഉൾട്ടയായിട്ട് തിരിഞ്ഞ് വേറെ വഴിക്കാണ് ഇറങ്ങുന്നത്. ഈ ഒരു റൂട്ട് ഇതുവരെ വന്നിട്ടില്ല.
എന്താണെന്നറിയില്ല. എന്തായാലും പോയി നോക്കാം, എക്സ്പീരിയൻസ് ചെയ്യാം ഈ റൂട്ടും കാര്യങ്ങളും എല്ലാം താഴേക്കുള്ള. ഈ ഒരു സ്പോട്ടിൽ കഴിഞ്ഞ തവണ വന്നെങ്കിൽ ഇപ്പോൾ ഇത് ഷട്ട് ഡൗൺ വേറെ എന്തോ ഒരു വൈബാർന്ന് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇത്തവണ വന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ട് ലൈക്ക് മാജിക്കലായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ലച്ചി. ആൻഡ് ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല അതിൻ്റെ ഉള്ളിൽ കയറിയേക്കണേ, ഒരു എൻ്റെ ഗ്യാങ് ഉണ്ട്. ഇതാണ് കഫേയുടെ ഉള്ളിലെ വൈബ് കാര്യങ്ങളെല്ലാം. ആക്ച്വലി ഞാൻ നേപ്പാളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബൈക്ക് സിംഗിൾ സീറ്റാണ്. ആളൊന്ന് ചിരിക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡൻ അവറാണ്. ആൻഡ് എൻ്റെ ബൈക്ക് കൂടി ഇരിക്കുന്നുണ്ട്. ഈ ഒരു ദ ലാൻഡ് ഓഫ് ബുദ്ധിസം ആൻഡ് ഓൾ. ഇവിടെ ബൈക്ക് കൊണ്ടുവന്ന് നിർത്താമെന്ന് പറഞ്ഞ് ഒത്തിരി സ്വപ്നത്തിൽ വിചാരിച്ചൊരു കാര്യം ആണ്. ആൻഡ് പോസിബിൾ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ആൻഡ് ഫൈനലി അതൊരു പോസിബിലിറ്റിയിലേക്കാണ് എടുത്തുകൊണ്ട് വന്നത്. ലോട്ട് ഓഫ് ഡ്രീം, കുറേ നാൾ സ്വപ്നം കണ്ട് അതിന് വേണ്ടി ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. ആൻഡ് ഫൈനലി ദ റിസൾട്ട് ഈസ് ഹിയർ. സോ നേപ്പാളിലെ ഡിന്നർ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്കുണ്ട്, ചപ്പാത്തി ഉണ്ട്. ആൻഡ് ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു ഹോട്ടൽ കാര്യങ്ങളാണ്. വലിയ വലിയ ഹോട്ടലിൽ കാര്യങ്ങളൊന്നുമല്ല. വീട്ടിലേക്ക് അമ്മയും മോനും കാര്യങ്ങളും കുക്ക് ചെയ്യുന്നു, ചപ്പാത്തി കാര്യങ്ങൾ കുക്ക് ചെയ്യുന്നു. ആൻഡ് ബീഫ് അങ്ങനെ കുറച്ച് പോക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഒരു ബഫ് എന്ന കാര്യങ്ങൾ പറയാം. ദിസ് ഈസ് ദ ഫുഡ്. ഇന്നത്തെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു നൈറ്റ് റൈഡ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അറിയില്ല, ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ ഇൻ ദ ക്രൂ. രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പരിപാടി കാര്യങ്ങളാണ്.